എന്താ ഇത്? ഇവരൊക്കെ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഒരു കാര്യം ഏറ്റെടുത്ത അതിനൊരു ഉത്തരവാദിത്വം വേണ്ട. ടോമിയുടെ വീട്ടില് മുണ്ട് ഈ ടോമിയുടെ വീട്ടിലൊരു പാമ്പ് കയറി കൊന്നു കൊടുക്കാന്ന് ഞാൻ ഏറ്റു. അതല്ലടാ ഉത്തരവാദിത്വം. എന്നിട്ട് കൊന്നോന്ന് കൊന്ന് കൊല വിളിച്ചു. നല്ല ഒന്നാന്തരം ഒരു മൂർഖൻ കഴിവറ മോന്റെ മോൻ. മൂർഖനല്ലേ? ഒരു പുള്ളി ഉണ്ടല്ലോ. മൂർഖനല്ലേ? മൂർഖൻ ആർക്കറിയാമോ? എനിക്കറിയാം. എന്റെ ടോമിസിനറിയാം. എനിക്കാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അയ്യോ കുരിയച്ചൻ, കുരിയച്ച മണത്തൂ, കുരിയച്ച മണത്തൂ. മൂർഖനല്ലേ? മൂർഖൻ. കണ്ടോ, കുരിയച്ചനെ പോലൊരു പെരുമ്പാമ്പ് വീണെങ്കിൽ ഇത് മൂർഖനല്ല, കരിമൂർഖനാണ്. നിങ്ങൾക്കറിയോ എന്റെ അപ്പനെ കടിച്ചതും കരിമൂർഖനാ. അപ്പനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. ആശുപത്രി പോവാൻ ഞാൻ 100 വട്ടം പറഞ്ഞതാ. 100 വട്ടം കേട്ടില്ല. പോയതാർക്കാ? ഈ എനിക്ക് അശ്രദ്ധക്കുറവാ. അശ്രദ്ധക്കുറവ്. ജോസേ കരയല്ലേ, ഞാനില്ല കൂടെ. ഈ ടോമിസിന്റെ വീട്ടിൽ ഒന്നല്ല 1000 പാമ്പ് കയറിയാൽ ഞാൻ കൊല്ലും. പക്ഷെ എനിക്ക് ബൈക്ക് പഠിക്കാൻ തരും സ്പീഡില്. പിന്നെ ഈ കണ്ണട ഇപ്പൊ ഇത് വെച്ചോ. ആ കുപ്പി ജോസേ ആ മുഖം ഒന്ന് കഴിയൊന്ന് ഫ്രഷ് ആവട്ടെ. അങ്ങനെ വിഷമിക്കുന്നതല്ലെന്ന്. അയ്യോ എവിടെ മുല്ല? മുല്ല മുല്ല അവിടെയാണോ മുല്ല? മുല്ല എന്റെ മുല്ല മോളെ, നീ ഇവിടെ വളർന്ന് പന്തലിച്ചൊരു മുല്ല പന്തലാകണം എന്ന് പിടിച്ചേ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കള്ളിനുമുണ്ടൊരു സൗരഭ്യം. ടോമിജോ, ഓ എന്നതാടാ? എവിടെ പോയതാ? ഓഫീസ് തുറക്കണ്ടായോ? ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അപ്പോഴാ കണ്ടത് പത്തായപ്പനൊരു പാമ്പ്. ജോസി വടികൊണ്ടൊരു പ്രയോഗം, അതിന്റെ പണി അപ്പോഴേ കഴിഞ്ഞു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പാമ്പിനെ കൊല്ലാൻ പോയ ഫുൾ പാമ്പായിട്ട് തിരിച്ചു വരുള്ളൂ. ഇപ്പൊ ഒരു പാമ്പ് വേറൊരു പാമ്പിനെ കൊന്നെന്ന് പറഞ്ഞ പോലെ. എന്താ? അല്ല, കുറച്ച് ബുക്കിംഗ് ഉണ്ടെന്ന് പറയായിരുന്നു. സുൽഫി ഇതാടാ. മൂക്കുകുത്ത്, തേനെടുക്കൽ, അടയ്ക്കാപറി, കൂലിത്തല്ല് 2, കളസാക്ഷി പറച്ചിൽ 1, കിണറ് തേകല്, ചെല്ലുമ്പം പറയുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളെ എന്റെ കേസ് ഒന്ന് ആദ്യം എടുക്കണം. എന്താ പ്രശ്നം? അതിപ്പോ പറഞ്ഞു ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി. പ്രശ്നം എന്താ? ഉണ്ടാക്കാൻ എല്ലാ പ്രശ്നങ്ങളും അവൻ നോക്കിക്കോളും. എന്റെ മോളെ അയൽവക്കത്തുള്ള ഒരു അറാമ്പെറുപ്പായിട്ട് പ്രേമത്തിലാ. എത്ര വയസ്സായി? 55. ശേ, തന്റെ അല്ല, തന്റെ മോളുടെ. 23. അയ്യോ, അതൻ കെട്ടിച്ചു കൊടുക്കണോ? പെണ്ണുങ്ങളുടെ കണ്ണുനീര് വീണ കുടുംബം മുടിഞ്ഞു പോകും. ഇത് ഞാൻ പറഞ്ഞതല്ല, എന്റെ അപ്പം പറഞ്ഞതാ. എന്റെ ഒറ്റ മോള കുടുംബം മുടിയാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ പറയുന്നത്. എങ്ങനെയെങ്കിലും ഓനൊന്ന് ഒഴിവാക്കി എന്റെ മോളെ രക്ഷപ്പെടുത്തി തരണം. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ ഏറ്റു എന്ന് പറഞ്ഞാ ഞാൻ ഏറ്റു. ഈ മുരുകൻ ഏറ്റത് ഞാൻ ഏറ്റു. അപ്പൊ ടോമിച്ച, ഞാൻ പണി തുടങ്ങാൻ പോവാ. എല്ലാരും പിരിഞ്ഞു പോയിക്കോ. ഇന്നത്തെ ഇൻസൾട്ടിങ് തീർന്നു. ഇൻസൾട്ടിങ് അല്ല, കൺസൾട്ടിങ്. എന്നതാണേലും ഒരു ടിങ് ഉണ്ടല്ലോ, അത് മതി. ഇന്ന് ഞങ്ങളും ഉണ്ട് നിന്റെ കൂടെ ആഘോഷത്തിന്. ആയിക്കോട്ടെ. പച്ചപ്പന കിളി കുണുങ്ങിവ, കുപ്പിക്കറി വള കിണുക്കിവ, കൊഞ്ചാനും മിണ്ടാനും ഒത്ത് ഒത്ത് കുപ്പിക്കറി വള കിളിക്കിവ, കൊഞ്ചാനും. പാട്ട് മതി.
ഞങ്ങളുടെ പൊന്ന് ഗീർഗീസ് ഈ നാട് അയ്യോ മുണ്ടഴിച്ചില്ല മറന്നുപോയി. സാത്താന്റെ ഉപദ്രവ ജീവിക്കാൻ സമ്മതിക്കല്ല പിശാച്. ഞങ്ങളുടെ പൊന്ന് ഗീർഗീസ് ഈ നാടിനെ എന്നും കാക്കണമേ. നിൻ കുന്തത്താൽ കുത്തി പാമ്പൻ പ്രതി തകർക്കണമേ. പുണ്യാളച്ച എൻ്റെ അപ്പനെ കടിച്ച പാമ്പിനെ നീ വെറുതെ വിടരുത്. എൻ്റെ അപ്പൻ ചത്തു മലന്ന് കിടന്ന നീ കണ്ടതല്ലേ? ആശുപത്രി പോവാൻ ഞാൻ 100 വട്ടം പറഞ്ഞതാ, 100 വട്ടം കേട്ടില്ല. പോയതാർക്കാ? എനിക്ക് എനിക്ക് നിർത്ത് റോട്ടെടുത്തേ. ഉടനെ നമ്പരാനോട് പ്രാർത്ഥിക്കുമ്പോഴാണോ ഒരുമാതിരി കോപ്പിലെ വിളി? പോലീസാണോ? എന്നാ സാരമില്ല, നിങ്ങൾക്ക് വിവരമില്ലല്ലോ. അതെ, ഒരു സീർട്ടുണ്ട് എടുക്കാൻ. അയ്യോ, ആള് മാറിപ്പോയി. രാജ് സാറല്ലേ? അല്ലടാ, ഇത് വേറെ സാറാ. രാജ സാറ് പോയി. പോയാ? എന്നോട് പറഞ്ഞില്ലല്ലോ. എടാ, രാജ സാർ റിട്ടയർഡ് ആയി പോയി. മതി പോടാ. ഓ, ഞാൻ പോയേക്കാം. ഇന്നാള് കുരിശിന്റെ മണ്ടാനം കുത്തി തുറന്നവനെ ഞാനാ പിടിച്ചു കൊടുത്തത്. ഉള്ളതാ ചോദിച്ചു നോക്ക്. രാജ സാർ എനിക്കൊരു ഫുള്ളും മേടിച്ചത്. പാവം, മനുഷ്യപ്പറ്റുള്ളൊരു മനുഷ്യനായിരുന്നു. നല്ലവരെ ദൈവം നേരത്തെ വിളിക്കുമെന്ന് പറയുന്നത് ഇതാ. മാറി നിൽക്കടാ, വണ്ടി കയറോ. സാറേ സൂക്ഷിച്ചൊക്കെ പോണേ, വല്ല പാമ്പോ ചെറിയൊക്കെ ഉണ്ടാവും. കൊത്തും കൊത്തും. നീ ഇപ്പഴെത്തിയതേ ഉള്ളൂ? ഇന്നലെ ഷാപ്പിൽ നിന്ന് പോണ പോക്ക് കണ്ടപ്പോഴേ വിചാരിച്ചതാ വീട് എത്തൂലാന്ന്. അത് പിന്നെ എന്നും ഇങ്ങോട്ട് വരണമെന്ന് കരുതും, പക്ഷെ പകുതി വഴിക്ക് എത്തത്തുള്ളൂ. ഇക്കൊല്ലം പള്ളിയിലെ നാടകത്തിന് നീയും ഉണ്ടെന്ന് കേട്ടല്ലോ. പിന്നെ ഞാനുണ്ടാവും, ഇല്ലെങ്കിൽ നാടകം വിജയിക്കത്തില്ല. എന്നിട്ട് നീ എന്താ നാടകം പഠിക്കാൻ പോവാത്തെ? ഓ, എനിക്ക് പഠിക്കൊന്നും വേണ്ട, ഞാൻ മുടിഞ്ഞു അഭിനയോ. ഓ പിന്നെ അഭിനയം. അയ്യോ, ആരെ കൊല വെട്ടിക്കൊണ്ടുപോയേ? അതാ പള്ളിയിലച്ഛനാ, രാവിലെ കൊണ്ടോണ കണ്ടു. അച്ഛനെ ഞാനൊന്ന് അമ്മാച്ചനാക്കും. ആ Why this കൊലവെറി കൊലവെറി കൊലവെറിടാ? ശരിക്കരുടാ. അതേത് പിശാചാ? പിശാചല്ല, ഞാനിപ്പോ പള്ളിയിൽ നിന്നാ വരുന്നത്. അതെങ്ങനാ? അവിടെ പോയി അച്ഛനെ കാണത്തില്ലല്ലോ. നിന്നോട് ആര് പറഞ്ഞു വെളി പോൻ? ആണ്ടുകുമ്പസാരം കഴിയാ പള്ളി കരയുണ്ടല്ലോ. എന്റെ വാഴക്കൊലയും കട്ട് കൊലവരെയും പാടി ഇവിടെ ഇരിക്കുകയല്ലേ? കട്ട നിന്റെ ശാന്തേജി പറഞ്ഞു അച്ഛനാ കട്ടെന്ന്. കട്ടെന്ന് അവള് പറഞ്ഞു. ആ, അവള് ഇവര് നോക്കി നിൽക്കാനുള്ള ഞാൻ എടുത്തോണ്ട് വന്ന് കണ്ടോണ്ടെടുത്താ എങ്ങനെയാ കട്ടതാകുന്നേ? ഊപ്പേ. ഇതെനിക്ക് പിടിക്കും തിന്നാനല്ല, നാടകത്തിന്റെ റിഹേഴ്സൽ ഞണ്ണണ്ടേ. എന്റെ വാഴക്കൊല കട്ടിട്ടാണോ അച്ഛന്റെ നാടകം? കള്ളും കുടിച്ച് തോട്ടി കിടക്കുന്ന നിനക്ക് വാഴക്കൊല ഇല്ലാണ്ടാ അല്ലടാ. ആ വീടിടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി. അതൊന്നും ശരിയാക്കാൻ നിനക്ക് പറ്റിയോ? ഇല്ലല്ലോ. ആ, അത് ഞാനങ്ങ് സഹിച്ചു. എന്റെ വീടല്ലേ. ദേ ഒരു കാര്യം പറയാം, ഈ പള്ളി പണിയാൻ എന്റെ അപ്പൻ 1 ഏക്കർ സ്ഥലം തന്നിട്ടുള്ളൂ. ബാക്കി സ്ഥലം എന്റെ പേർക്കാ. നിന്റെ പേർക്കോ? അല്ല, എന്റെ അപ്പന്റെ പേർക്ക്. അതിന്റെ ആധാരം എന്തിനാ അച്ഛൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത്? എനിക്കത് ഇപ്പൊ കിട്ടണം. ഞാൻ ആ സ്ഥലം വിൽക്കാൻ പോവാ. നീ അത് വിറ്റ് കള്ളു കുടിക്കാതിരിക്കാനാ നിന്റെ അപ്പൻ അത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആധാരം അച്ഛന്റെ കയ്യിലുണ്ട്, ഞാനത് മേടിച്ചിരിക്കും. ജോസാ പറയുന്നത്, അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. എന്നാ അതൊന്നും പറയണോ? അച്ഛനാണെന്ന് നോക്കത്തില്ലേ? എന്നെ മുന്നിൽ നിന്ന് പൊയ്ക്കോണം. ആ, അതാ നിനക്ക് നല്ലത്. എന്റെ ഏറ് പിഴക്കത്തില്ല. നെറ്റിയാലുണ്ടല്ലോ ഇല്ലേ? അച്ഛൻ ധൈര്യം ഉണ്ടെങ്കിൽ ഷാപ്പിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. ഞാൻ വരുന്നുണ്ടാ ഒരു ദിവസം. ഓ, പിന്നെ ഇന്ന് നാടകത്തിന്റെ ഫൈനൽ റിഹേഴ്സലാ. കറക്റ്റ് സമയത്ത് എത്തിക്കോണം, വിത്ത് കോസ്റ്റ്യൂം, അല്ലെങ്കിൽ നിന്റെ റോളിയെ കട്ട് ചെയ്യും. ആ, കാണാം. ആരെന്നെ കാണാം നാടകം. സാധ്യമല്ല. അധികാരികൾ വന്ന് കുടിയിറങ്ങണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണമെന്നാണോ? ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എനിക്കോ
അല്ലെങ്കിൽ എന്റെ പാർട്ടിക്കോ നിങ്ങളോട് യാതൊരു വിരോധവുമില്ല. സംസ്ഥാന താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടുന്ന് കുടിയിറങ്ങണം. അതെ, ഈ മൈക്ക് നിന്നവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. അത് പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, അവിടെ നിന്നാ മതി. ഇങ്ങോട്ട് ഫേസ് ഇങ്ങോട്ട് ഇരുന്നാ മതി. ആ ജോസന്തിയെ അവനോട് നിൽക്കാൻ പറ. ജോസേ, എന്തായി കറുത്ത കണ്ണടയൊക്കെ വെച്ച്? ഇത് ഇൻസ്പെക്ടർ ബൽറാമിന്റെ സ്റ്റൈല. ബലൂൺകാരൻ പാപ്പൻ ഫ്രീ ആയിട്ട് തന്നത്. നിന്റെ പേര് ബൽറാന്നാണോ? എടുത്ത് മാറ്റാ. അഭിനയിക്കാനും സമ്മതിക്കില്ല. ഡയലോഗ് പറയടോ മന്ത്രി. ഒരു പോലീസ് നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പോലീസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കരുത്. ഇത്തരം കാക്കിയിട്ടവരുടെ ക്രൂരതകൾ ഞങ്ങൾക്ക് പുല്ലാണ്. ഈ കാക്കിക്കുള്ളിലെ കാട്ടാള നീതിയെ ഞങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയും. മിണ്ടാതിരിക്കും. നിനക്ക് ഡയലോഗ് ഇല്ലെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ? നീ മിണ്ടരുത് മന്ത്രി. കാക്കിയിട്ടവന് നേരെ കൈ ഓങ്ങിയാ നിനക്ക് നോവില്ല. ഒരു കറുത്തുണങ്ങിയ മന്ത്രി. നിർത്തടാ, നിനക്ക് ഡയലോഗ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ? അത് പറ്റില്ല. ആ പുല്ലെന്നെങ്കിലും ഞാൻ പറയും. എന്റെ മോളെ പ്രേമിക്കുന്നവനെ അടിച്ചോടിച്ചോളാന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഇവിടെ സുരേഷ് ഗോപി കളിച്ച് നടക്കല്ലേ? അതെ, നിങ്ങളിങ്ങ് വന്നേ. കൈവിട്. റിഹേഴ്സൽ കൊളവാക്കല്ലേ? ഞാനിവിടെ തകർത്ത് അഭിനയിച്ചോണ്ടിരിക്കുക. എന്റെ ഒലക്കമൽ അഭിനയം. എന്റെ മോൾ ആ ചെറുക്കന്റെ കൂടെ ഒളിച്ചോടി പോയി. എന്റെ കുടുംബത്തിന്റെ മാനം പോവും. ദയവ് ചെയ്ത് എന്റെ മോളെ പിടിച്ചു തരണം. ഞാൻ എന്റെ കാല് പിടിക്കാം. എന്റെ ഒരൊറ്റ മോളാ. കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവണ ഞാൻ ചെയ്യും. തന്റെ മോളൊരു കോപ്പിലും പോവില്ല. ചുരുട്ട് ജോസാ പറയുന്നത്. ഈ രാത്രി വിളിക്കുന്നതിന് മുമ്പേ ഞാൻ അവളെ ഇവിടെ എത്തിക്കും. എന്നാ വേഗം ചെല്ലു ജോസേ. കളിയല്ലോ അങ്ങോട്ട്. അതെ അതെ അതെ, 100 വെച്ചിരിക്കുന്നു. മാറത്തില്ല ഇങ്ങോട്ട്. ഇത് അതിന്റെ പോലീസ് ഞാൻ രക്ഷപ്പെടാൻ എല്ലാരും കൂടി എന്റെ പിറകെ ഓടുകയെന്നോ എന്നെ പിടിക്കാനായിട്ട്? ഓടി എന്നെ തോപ്പിക്കല്ലടാ. എടാ, ഇത് ഓട്ട മത്സരമൊന്നുമല്ലേ. പിറകെ തന്നെ ഉണ്ടല്ലോ. നോക്കി വാ. നീ ഇവളെ കൊണ്ട് ഒളിച്ചോടും അല്ലടാ ഉളുന്താനെ. എന്റെ അവലി ജീവിതം തകർത്തിട്ട് നിന്റെ ഒരു ഒളിച്ചോട്ടം. ചെയ്യല്ലേ.
ഇവിടെ വാടാ. വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഇല്ല, ഞാൻ വരുന്നില്ല. ഇല്ലാന്നോ? നിന്നെ കൊണ്ട് തിരിച്ചെല്ലും നിന്റെ വാപ്പാക്ക് വാക്ക് കൊടുത്താ ഞാൻ. വാടി കൊണ്ട് വരാൻ. നക്കാപ്പിച്ചയ്ക്ക് ഗുണ്ടാപ്പണി എടുക്കുന്ന നിനക്ക് ഞങ്ങളെ തല്ലാനേ പറ്റൂ. പിരിക്കാൻ പറ്റില്ലടാ. നിങ്ങൾക്കറിയോ, 9 വർഷമായിട്ട് ഞങ്ങൾ സ്നേഹത്തില. എല്ലാരും കൂടി പറഞ്ഞുറപ്പിച്ചതാ ഞങ്ങളുടെ നിക്കാഹ്. എന്നിട്ടിപ്പോ ഒരു പണക്കാരൻ നിക്കാഹ് കഴിക്കാന്ന് പറഞ്ഞു വന്നപ്പോ ബാപ്പാന്റെ മനസ്സ് മാറി. പക്ഷെ എനിക്ക് മൻസൂറിന് മറക്കാൻ പറ്റില്ല. ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് മരിക്കും. എനിക്കറിയാം ബാപ്പയ്ക്ക് എന്റെ ജീവന. ഞാൻ സുഖമായിട്ടിരിക്കാൻ വേണ്ടിട്ടാ ബാപ്പ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ മൻസൂറിന്റെ കൂടെ സുഖമായിട്ട് തന്നെ ജീവിക്കും. എന്നിട്ട് സന്തോഷത്തോടെ ബാപ്പാന്റെ അടുത്തേക്ക് പോവും. ദയവേത് ഞങ്ങളെ പോകാൻ അനുവദിക്കണം. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. കരയണ്ട, നിങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കും. ജോസാ പറയുന്നു, ചുരുട്ട ജോസ്. എന്റെ അപ്പനാണ് സത്യം. വാ, ഇവിടെ വാപ്പാടെ ഞാൻ മേടിച്ച കാശങ്ങ് തിരിച്ചു കൊടുക്കും. നിങ്ങൾ എവിടെയെങ്കിലും പോയി സുഖമായിട്ടങ്ങ് ജീവിച്ചോ. പെണ്ണുങ്ങളുടെ കണ്ണീര് വീണാ കുടുംബം മുടിഞ്ഞു പോകുന്ന എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട്. അതെവിടെ വാപ്പാക്കറിയത്തില്ലല്ലോ. വാ വാ, ഇവിടെ നിന്നോ. ഏതെങ്കിലും വണ്ടി വരും, ഞാൻ കയറ്റി വിടാം. നിനക്ക് ചങ്കറുപ്പുണ്ടടാ ഇവിടെ പോറ്റാൻ. കണ്ണുടക്കി. ആണുങ്ങള് ഇങ്ങനെ കരയാൻ പാടില്ല. എന്നെ പോലെ നിൽക്കണം. വിളിച്ചു പറയാനും സഹായിക്കാനൊന്നും എനിക്ക് ആരുമില്ല. എവിടാന്ന് വെച്ചാൽ പോയി സുഖമായിട്ട് ജീവിക്കും. അതെ ജോസേ, ഈ ചെമ്പാനൂർ സ്കൂളിന്റെ പുറവശത്തൊരു വീടുണ്ട്. അതിന്റെ ആധാരം പണയം വെച്ച് ഞങ്ങളുടെ അടുത്തുനിന്ന് കുറെ കാശ് എടുത്തിട്ട് കാലം കുറയാ. ഇപ്പൊ പലിശ ഇല്ല, മുതലുമില്ല. ആരാ പാർട്ടി? ഒരു കിളവനാ. അയ്യോ പാവം കേട്ടപ്പോ ഞങ്ങൾ പറഞ്ഞു പലിശ വേണ്ട, മുതലും കേന്നാ മതി. അത് കേട്ടപ്പോ അയാൾ പറയാ, തരുത്തിലടാ, ചുണയുണ്ടേ വാങ്ങിച്ചോളാം. ഓഹോ, വീട് ഒഴിപ്പിക്കാൻ ചെന്നപ്പോ നടക്കില്ല, നാട്ടിൽ ആമ്പിള്ളേരുണ്ടെങ്കിൽ ഒഴിപ്പിക്കടാന്ന് അയാൾ അങ്ങനെ പറഞ്ഞു. പറഞ്ഞു ജോസേ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിന്നോട് ആലോചിച്ചിട്ട് തീരുമാനിക്കണം. അത് വേണം, അത് വേണം. പറ, നമ്മൾ എന്നാ വേണം? അടിച്ചു പുറത്താക്കണം. എല്ലാവരും എന്നാ അഹങ്കാരികള്. എന്നാ പിന്നെ അക്കാര്യം തന്നെ ഏൽപ്പിച്ചു. ഇപ്പൊ തന്നെ പുറത്താക്കാം പോരെ? അയ്യോ ഇപ്പൊ വേണ്ട, രാത്രി ആകട്ടെ, ഇല്ലേ ആളുകൾ അറിയും. അല്ലേ ശ്രമിച്ചാ? നോക്കി, ഇതെന്നാ സൂചന മാത്രം. പൗരസമിതി സിന്ദാബാദ്, പോലീസ് നീതി പാലിക്കുക. എന്നതാ പ്രശ്നം? മുല്ലപ്പെരിയാറാണോ? എന്റെ ജോസെ, പോലീസിന്റെ അഴിഞ്ഞാട്ട് അവസാനിപ്പിക്കണം. ഇന്നലെ രാത്രി നമ്മുടെ കുര്യച്ചനെ പോലീസ് ഓടിച്ച് കിണറ്റിലിട്ടു. കുര്യച്ചനെ
പോലീസ് ഇന്നലെ രാത്രി. ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? വെറുതെ ചീട്ടുകളി കണ്ടോണ്ടിരുന്ന ആ പാവു ഇപ്പൊ 2 കൈയും കാലും ഒടിഞ്ഞ് ആശുപത്രിയിലാ. അയ്യോടാ, അതിന് നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? ആ നമുക്ക് പോവാം. അല്ലെങ്കിൽ പോലീസിനെ ഇടയ്ക്കായിട്ട് ഇച്ചിരി കയറ്റം കൂടില്ല. വിട്ടോ വിട്ടോ. താൻ ഉണ്ടാക്കി വെക്കുന്ന ഓരോ ഏടാകൂടങ്ങൾ. ഞാൻ പള്ളിപ്പറമ്പിൽ പോയത് സത്യ, പക്ഷെ ആള് കിണറ്റിൽ പോയത് ഞാൻ അറിഞ്ഞില്ല സാർ. താൻ അറിഞ്ഞിട്ടില്ല, പക്ഷെ നാട്ടുകാർ മൊത്തം അറിഞ്ഞു. സാറേ സാറേ, സമരക്കാരിങ്ങെത്താറായി. കല്ലേറുറപ്പാ. നമുക്ക് ഹെൽമെറ്റ് വെച്ചാലോ? സാർ, ഞാൻ ജാഗരൂകനാകണോ? താനൊന്ന് പുറത്തോട്ട് നിന്നേ. എന്നാ ഞാൻ ജാഗരൂകനായി പുറത്തോട്ട് നിൽക്കാം. എന്തെങ്കിലും ചെയ്യ്. MLA വിളിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി സമരക്കാരെ പറഞ്ഞു വിടണം. സാർ, ഞാൻ ആ കിണറ്റിൽ ചാടിച്ചെന്ന് നാട്ടുകാര് പറഞ്ഞോണ്ട് നടക്കുന്ന. യൂണിഫോം ഇട്ട ആളാ ഓടിച്ചെന്ന് കിണറ്റി വീണ ആള് മൊഴി കൊടുത്തു കഴിഞ്ഞു. സാറേ, ഒരു സംശയം പറയാനുണ്ട്. നമുക്ക് വെടിവെച്ചാലോ? ഇറങ്ങിപ്പോടോ. സാർ, ആരോട് പറയാനാ? വെല്ലടിച്ചാൽ കത്തുന്ന ട്യൂബ് കൊള്ളാം. ഇവിടെ ആണുങ്ങളാരും ഇല്ലേ? ഇരുട്ടാണല്ലോ. എന്താ മോളെ? ആരാ? എടോ കിളവാ, നിങ്ങൾ ടോമസിന്റെ അടുത്തുനിന്ന് കാശ് മേടിച്ചിരുന്നോ? അത് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ആ, എന്നാ കെട്ടും കിടക്കയൊക്കെ എടുത്ത് എല്ലാരും ഇറങ്ങിക്കോ. ഞാൻ ഈ വീട് പൂട്ടാൻ പോവാ. പൂട്ട്. അയ്യോ, ചതിക്കല്ലേ മോനെ. എനിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയാ ഞങ്ങളെ കാശ് വാങ്ങിച്ചത്. അതിപ്പോ തിരിച്ചു തരാൻ ഒരു മാർഗവും കാണുന്നില്ല. ഉണ്ടായിരുന്ന കാശ് മുഴുവൻ അവൻ പലിശയായിട്ട് വാങ്ങിച്ചു കഴിച്ചു. അതൊന്നും എനിക്കറിയണ്ട. മര്യാദക്ക് എന്നെ നിനക്ക് അറിയില്ല. അമ്മയില്ലാത്ത ഈ 2 പെൺപിള്ളാരെയും കൊണ്ട് ഈ പാതിരാത്രിക്ക് ഞാൻ എവിടേക്ക് പോവാന്? എന്തോ കാശ് മേടിച്ചപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ ആമ്പിള്ളാരെല്ലാം അല്ലേ? ദാ കണ്ടോ, നിങ്ങളും കണ്ടോ? ഇല്ല, ചിലപ്പോ കാണാൻ പറ്റില്ല. ഞങ്ങളുടെ അച്ഛനൊന്നും ചെയ്യരുതേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി തരണം. എന്തിന് കാലിൽ പിടിക്കണം? തൊട്ടുപോലെ കാലില്. അതെ, ഞാനൊരു കാര്യം പറയാം. ശിരസ, ഞാൻ ഈ വീട് തീ കത്തിക്കാൻ പോകും. അയ്യോ, വേണ്ട വേണ്ട. വേണമെങ്കിൽ ഇറങ്ങിക്കോ, എന്നാ രക്ഷപ്പെടാം. വെറുതെ കരഞ്ഞൊളിപ്പിക്കൊന്നും വേണ്ട. നിങ്ങളെ ഇറക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഭാരം. ഒന്ന് വഴിമാറിയ മാറി നിൽക്കും. വാതുക്കലാവും നിൽക്കുന്നു. കാലി ചെമ്പാണല്ലോ കളവാ. പൂത്ത അച്ചാറും. വീണ്ടും വഴിമാറിക്കോ. വീണ്ടും.
വീണ്ടും മാറാൻ പറഞ്ഞില്ലേ? ഇതൊക്കെ സാധനങ്ങളൊക്കെ പുറത്തിട്ടിട്ടേ ഞാൻ വീട് കത്തിക്കൂ. അതാ എൻ്റെ ഒരു രീതി. എത്ര വീട് ഞാൻ കത്തിച്ചിരിക്കുന്നു, എത്ര വീട് ഞാൻ കത്തിക്കാനിരിക്കുന്നു. അതെ, ഇത് സത്യമാണെന്നറിയാൻ ആരോടും ചോദിക്കില്ലേ. ഇനി 2 minutes ബ്രേക്ക്. മണം 2 minutes കഴിയാറായേ. സാധനങ്ങളൊന്നും നശിപ്പിക്കണ്ട, ഞങ്ങള് മണ്ണിൽ ഇറങ്ങി തരാം. എന്നാ ഞാൻ വീട് കത്തിക്കൂല. പക്ഷെ പൂട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ പൂട്ടും. മണിച്ചിത്രത്തായിട്ട് ഞാൻ പൂട്ടും. ഒരു ബെല്ല് വെക്കണമായിരുന്നു കേട്ടോ, ലൈറ്റ് വേണ്ട. ഞാൻ നേരത്തെ ആ കൺഫ്യൂഷനിലായിരുന്നു. എന്നതാ പ്രശ്നം? ഒന്ന് കാണണം മെസ്സേജ് പറഞ്ഞു. അത്രേ ഉള്ളൂ, അതിനെന്താ കാണാലോ. അല്ല എടാ, സാറേ എത്ര നാളായി ഇതിനകത്ത് കേറിയിട്ട്. പണ്ട് രായസാറുള്ളപ്പോ ഞാൻ എന്നും വരും. രായസാറ് പൈസ തരും, ഞാൻ പോയി ഫുള്ള് വാങ്ങും. ഞാനും പങ്കം പോലീസും രായസാറും കൂടെ പിന്നെ ഇവിടെ ഇരുന്ന് അടിയോടടിയാ. എന്ത് രസമായിരുന്നെന്ന്. അയ്യോ, അതൊക്കെ ഒരു കാലം. എന്താടാ നിന്റെ പേര്? ജോസ്. ചുരട്ട ജോസ് ആണോടാ? അങ്ങനെയും പറയും. നീ പോലീസ് വേഷത്തിൽ ആൾമാറാട്ടം നടത്തി, എന്നിട്ട് ആളെ ഓടിച്ച് കിണറ്റി ചാടി അല്ലേടാ? അയാളെ കൊല്ലാൻ നോക്കിയതല്ലടാ നീ? നിന്നെ നോക്കി നടക്കുകയായിരുന്നു ഞാൻ. വിളിക്കലടാ ഹംകെ. ഇവനാ അയാൾ ഓടിച്ച് കിണറ്റി ചാടിച്ച്. ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാ. എന്റെ മോളെ പ്രേമിക്കുന്നവനെ അടിച്ചോടിച്ചോളാന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് അവസാനം ഓല രണ്ടാളി കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞ ചോരായിപ്പേ. നന്ദില്ലാത്ത ബലാല്. ഹലോ, മിസ് കോഡ് തന്നു പറ്റിയെന്നോടെ. അങ്ങോട്ട് കേറാ, അങ്ങോട്ട് തന്നെ. അവൻ നിന്ന് മേടിക്കുക. കേട്ട കുറച്ച് ദിവസം അവിടെ. അല്ല ഹജേരെ, അല്ല വാഴക്കൊല്ലച്ചൻ വരുന്നുണ്ടല്ലോ. അസ്സലാമു അലൈക്കും അച്ചോ. വലൈക്കും. സ്തുതിയായിരിക്കട്ടെ. അച്ചോ, കുർബാനയൊക്കെ കഴിഞ്ഞോ? എന്റെ അന്ത്യകുദാശ ബാക്കിയുണ്ട്. വെറുതെ എന്റെ പുറംകാലിന് ജോലി ഉണ്ടാക്കരുത് കേട്ടോ. എവിടെ ചൂട്ടാ? അകത്തൊരു ഡിസ്കഷൻ ഇടയ്ക്ക് ഡിഷും ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. എന്താ ജോസിന്റെ കാര്യം? എന്ത് കാര്യം? സാറെ, പള്ളിപ്പെരുന്നാൾ ഒരു നാടകം കളിച്ചതാ. അബദ്ധത്തിൽ ഞാൻ ഇവനെയും കയറ്റി. ഇപ്പൊ നാട്ടുകാരും പള്ളിക്കാരും എന്റെ നെഞ്ചത്ത് നാടകം കളിക്കാൻ നിൽക്കുക. സാറ് എങ്ങനെയെങ്കിലും ഇത് ഒതുക്കി തീർക്കണം. എന്തൊതുക്കാനാ? പോലീസ് വേഷം ധരിച്ച് ആൾമാറാട്ടം നടത്തി നിരപരാധിയായ ഒരാളെ കിണറ്റിൽ ചാടിച്ച് കൊല്ലാൻ ശ്രമിച്ചതാ. അതാ കേസ്. ഞാനാ ഓടിച്ച് കിണറ്റിൽ ചാടിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞേ നാട്ടുകാരോട് സമരം നടത്തി. കുര്യച്ചനോട് ഞാൻ സംസാരിച്ചു. അവര് ഒത്തീർപ്പിന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഒത്തീർപ്പാക്കാൻ പറ്റത്തില്ല. ഇത് എന്റെയും കൂടെ പ്രശ്നമാ. എന്റെ ജോലി പോകുന്ന കേസായത്. സാറേ, ഒന്നും മനഃപൂർവ്വമല്ല, ഒരബദ്ധം പറ്റിയതാ. സാർ എനിക്ക് വേണ്ടി ഒരു തവണ ക്ഷമിക്കണം.